നന്മയുള്ള ലോകമേ, പ്ലീസ് ഈ വീഡിയോ ഒന്ന് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുമോ? വല്ലാത്തൊരു ദയനീയ അവസ്ഥയല്ലേ? ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കുക. എന്റെ ആയുസിന്റെ ഇടയിൽ ഇന്നേ വരെ കാണാത്ത ഒരു കാഴ്ചയാണ്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഐശ്വര്യ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ദയനീയ കാഴ്ച. ഈ കാഴ്ച കണ്ടിട്ട് ഹൃദയമുള്ള, മനുഷ്യത്വമുള്ള, നന്മയുള്ള ഒരാൾക്ക് പോലും ഇത് തട്ടിമാറ്റാൻ സാധിക്കുകയില്ല. ഈ സഹോദരി അനുഭവിക്കുന്ന വേദന എന്തായിരിക്കും? നമ്മുടെ വീട്ടിലെ ഒരു സഹോദരി ഇതുപോലെ നടക്കുകയാണെങ്കിൽ, ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ, ആ കാലിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. എനിക്കെങ്ങനെ പറയണമെന്നറിയില്ല. ഹൃദയമുള്ള, മനുഷ്യത്വമുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു സഹായം. ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സക്ക് ഏകദേശം 20 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. സ്വന്തമായ ഒരു വീട് പോലുമില്ല. ഈ സഹോദരി അനുഭവിക്കുന്ന വേദനകളെ നമുക്കൊന്ന് പറയാനോ അത് പറഞ്ഞു തരാനോ സാധിക്കുകയില്ല. ആ നടക്കുന്ന കാഴ്ച കണ്ടോ? ആ ഭാരം ചുമന്ന് ആ സഹോദരി പറഞ്ഞത് ഈ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ തന്നെ കാണാം. എനിക്ക് ഇതിൽ നിന്ന് ഒന്ന് സ്വസ്ഥമായി നടക്കാൻ സാധിക്കണം. വല്ലാത്തൊരവസ്ഥയാണ്. ആ അമ്മയുടെ കണ്ണീര് കാണുമ്പോ വല്ലാത്തൊരവസ്ഥയാണ്. ദയവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവർ, ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട നന്മയുള്ള എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഒരു ജീവന് വേണ്ടിയാണ്. ഇതുപോലത്തൊരവസ്ഥ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും സംഭവിച്ചെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ജീവിച്ചു കൊതി തീരാത്ത ഒരുപാട് സ്വപ്നങ്ങളുള്ള ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ സ്വർഗത്തിലാണ് പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബ് നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്, നല്ല കൈകൾ തന്നിട്ടുണ്ട്, നല്ല കാലുകൾ തന്നിട്ടുണ്ട്, എല്ലാം റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന ഈ സഹോദരിയെ നമ്മളല്ലാതെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ഒരു നാടും നാട്ടുകാരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത്, എന്റെ സ്വാർത്ഥമായ ഒരു ലാഭത്തിനല്ല ഈ വീഡിയോ ചെയ്യുമ്പോൾ, എനിക്കെന്തെങ്കിലും കിട്ടാനല്ല. നാളെ പടച്ച റബ്ബിന്റെ ഒക്കല് ആ സഹോദരിക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ഒരു പുണ്യം പ്രതീക്ഷിച്ചിട്ടാ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആ സഹോദരിക്ക്, നമുക്ക് ആ സഹോദരിയുടെ വേദന ഒന്നും നമുക്ക് അതിൽ പങ്കാളിത്തം വഹിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. പക്ഷെ ആ സഹോദരിയുടെ ജീവിതത്തിന് ഒരു ആശ്വാസം കൊടുക്കാൻ, ആ സഹോദരിയുടെ ആ രോഗത്തിനൊരു മരുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. ദയവ് ചെയ്ത് ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. ആ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ തട്ടിമാറ്റാതെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത, വീടിന്റെ വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ, സ്വയം എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ മകൾക്ക് താങ്ങായിക്കൊണ്ട് ഈ അമ്മ ഈ വീട്ടിന്റെ അകത്ത് നിൽക്കുമ്പോ, ആ അമ്മയുടെ ദൈനംദിന ജോലിയായ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യത്തില് പട്ടിണിയിലായി പോയൊരു കുടുംബത്തിനെ കൈപിടിച്ചു കരകയറ്റാൻ നന്മയുള്ള മലയാളി പൊതുസമൂഹം സഹായിക്കണം. ഏകദേശം 20 ലക്ഷം രൂപയോളം പ്ലാസ്റ്റിക് സർജറിക്ക് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ ഐശ്വര്യ എന്ന പൊന്നു സഹോദരി ആരോഗ്യത്തോടുകൂടി മാനഭയമില്ലാതെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കൊന്ന് ഇറങ്ങി നിൽക്കാൻ കഴിയുകയുള്ളൂ. ബാത്റൂമിൽ പോയിട്ട് പ്രാഥമിക കാര്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഈ പൊന്നു പെങ്ങള് നമ്മളോട് കരഞ്ഞു പറഞ്ഞത് പ്രായമായ അമ്മക്ക് വേണ്ടി ജീവിക്കണമെന്ന, പ്രായമായ അമ്മയെ നോക്കാൻ ജീവിക്കണമെന്ന. ആ അമ്മ പറയുന്നത്, രോഗിയായ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാല് ഈ ഒരു അവസ്ഥയിൽ എന്റെ മകൾക്ക് ആരാണ് ആശ്രയമെന്ന് അറിയില്ല എന്ന് കരുതി ഉള്ളു നോവും വേദനയിലാണ് കൈനീട്ടിയിരിക്കുന്നത്. നന്മയുള്ളവരൊന്ന് സഹായിച്ചു കഴിഞ്ഞാല് ആരാരും തുണയില്ലാത്ത, ആരാരും ആശ്രയമില്ലാത്ത ഈ ഒരു കുടുംബത്തിന് താങ്ങാകാൻ, തണലാകാൻ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ഈ ഐശ്വര്യ എന്ന സഹോദരിക്ക് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് പറന്നുയരാൻ, ചിറകുമുളപ്പിക്കുവാൻ നമുക്ക് കഴിയും. സഹായിക്കണേ, സഹകരിക്കണേ, പരമാവധി ഷെയർ ചെയ്യണേ.